Dear students, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒരു റിവിഷൻ പോലെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്പെഷ്യൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്, രണ്ട് പോസ്റ്റുലേറ്റ്സ് ആണുള്ളത് ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക്. അതിൽ ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റിയാണ്, അതായത് ലോസ് ഓഫ് ഫിസിക്സ് അപ്ലൈ ഇൻ ഓൾ ഇനീഷ്യൽ റെഫറൻസ് സിസ്റ്റംസ് എന്നുള്ളതാണ് ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ ഇനീഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ദ ന്യൂട്ടൺസ് ലോ ഈസ് വാലിഡ് ഓർ ന്യൂട്ടൺസ് ലോ ഹോൾഡ്സ് ഈസ് കോൾഡ് എ ഇനീഷ്യൽ റെഫറൻസ് ഫ്രെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ ഫ്രെയിമിന് റിലേറ്റീവായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന എല്ലാ ഇനീഷ്യൽ ഫ്രെയിംസും ഇനീഷ്യൽ ഫ്രെയിംസ് തന്നെയാണ്. ഓക്കെ, ആക്സിലറേറ്റഡ് ഫ്രെയിം ആവാൻ പാടില്ല. ആക്സിലറേറ്റഡ് ഫ്രെയിം നോൺ ഇനീഷ്യൽ ഫ്രെയിമിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഒക്കെ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ്. ഓക്കെ, നൗ ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഫിസിക്സിലുള്ള ലോസ്, പ്രധാനപ്പെട്ട ലോസുകൾ എല്ലാം അപ്ലൈ ഇൻ ഓൾ ഇനീഷ്യൽ റെഫറൻസ് സിസ്റ്റം, എല്ലാ ഇനീഷ്യൽ റെഫറൻസ് സിസ്റ്റത്തിലും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് യൂണിവേഴ്സൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള വെലോസിറ്റി എല്ലാ ഡയറക്ഷനിലും സെയിം ആണ്, അതിൻ്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സോ ഒബ്സർവറോ റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുക, അടുത്തോട്ട് വരികയോ അകലെയോ ഒക്കെ ചെയ്യുമ്പോഴും ലൈറ്റിൻ്റെ വെലോസിറ്റി ഏത് തരത്തിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ് സെയിം for all initial observers regardless of the motion of the source with respect to the observer. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ കേസിൽ ഇപ്പോൾ ലൈറ്റ് അല്ല, ഇപ്പം ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബി എന്നുള്ളൊരു ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v1. ഓക്കെ, ആൻഡ് എ എന്നുള്ളത് ഒബ്സർവറാണ്. നമ്മൾ ഒരു ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് v1 വെലോസിറ്റിയിൽ. അതുപോലെ നമുക്ക് ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ വെലോസിറ്റി u ആണ്. അപ്പോൾ ഈ യുവും v1ഉം ഒക്കെ പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു S0 ഫ്രെയിമാണ്. ഒരു ഫിക്സഡ് ഫ്രെയിമിന് റിലേറ്റീവായിട്ടാണ് ഇതെല്ലാം മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു കേസിൽ സപ്പോസ് എ ഈസ് മൂവിങ് ടു ദ റൈറ്റ് സൈഡ്, ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, വിത്ത് വെലോസിറ്റി u. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ ബിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഉള്ള ഫ്രെയിമിൽ എ എന്നുള്ള ഒരാൾ മൂവിങ് ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയാണ് v ബാർ എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇപ്പോൾ v1 എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു S0 എന്നുള്ളതാണ്. ഓക്കെ, നൗ ഇങ്ങനെ എ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് u പ്ലസ് v1 ആയിരിക്കും. നേരെ മറിച്ച് എ എന്നുള്ള ഒബ്സർവർ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി വരുന്നത് u മൈനസ് v1 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ കേസിൽ നമുക്ക് അവിടെ വെലോസിറ്റി ആഡ് ചെയ്യപ്പെടുകയോ സബ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈറ്റിൻ്റെ കേസിൽ സപ്പോസ് ഈ സോഴ്സ് എന്നുള്ളത് ലൈറ്റ് ആണെങ്കിൽ ഒബ്സർവർ റൈറ്റിലേക്ക് മൂവ് ചെയ്താലും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താലും എല്ലാ സമയത്തും ഇതിൻ്റെ വെലോസിറ്റി c അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വെലോസിറ്റി അഡീഷൻ റൂൾസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് രണ്ട് വെലോസിറ്റീസ് ആഡ് ചെയ്യാൻ, ഐൻസ്റ്റീൻ വെലോസിറ്റി അഡീഷൻ റൂൾസ്. ഓക്കെ, സപ്പോസ് എ എന്നുള്ളൊരു ഒബ്സർവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് റെസ്റ്റിലാണ്. ഓക്കെ, അത് മൂവ് ചെയ്യുന്നില്ല, ഇത് ഫിക്സഡ് ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ബി എന്നുള്ളത് ഒരു മൂവിങ് ഒബ്സർവറാണ്. ഇപ്പോൾ എനനുസരിച്ച് ബി മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ബിയിൽ നിന്നും ഒരു പ്രൊജക്റ്റൈൽ, അതായത് ഇവിടുന്ന് ഒരു പ്രൊജക്റ്റൈൽ എറിയുന്നുണ്ട് വിത്ത് വെലോസിറ്റി u പ്രൈം. ഓക്കെ, അപ്പോൾ v എന്നുള്ളത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. u പ്രൈം എന്നുള്ളത് വെലോസിറ്റി ഓഫ് പ്രൊജക്റ്റൈൽ വിത്ത് റെസ്പെക്ട് ടു എ ആണ്.
അങ്ങനെയെങ്കിൽ ഐൻസ്റ്റീൻ വെലോസിറ്റി അഡീഷൻ റൂൾ പ്രകാരം ഈ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്നുള്ളതാണ് യു. ഓക്കെ, വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ ആസ് സീൻ ബൈ എ എന്നുള്ളതാണ്. സോറി, ദർ ഇസ് എ മിസ്റ്റേക്ക്. യു പ്രൈം എന്നുള്ളത് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ ആസ് സീൻ ബൈ ബി ആണ്. ബീന് അപേക്ഷിച്ച് അല്ലെങ്കിൽ ബി ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് ഉള്ള വെലോസിറ്റിയാണ് യു പ്രൈം. യു എന്നുള്ളത് വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് വെലോസിറ്റി അഡീഷൻ റൂൾ പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ വെലോസിറ്റി അഡീഷൻ റൂൾ പ്രകാരം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ പ്ലസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ബി, ഓക്കെ, ഡിവൈഡ് ബൈ 1 പ്ലസ് വി യു പ്രൈം ഡിവൈഡ് ബൈ സി സ്ക്വയർ. വി എന്നുള്ളത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ഓക്കെ, നൗ ഇത് വേണമെങ്കിൽ ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാം. യു പ്രൈം എന്നുള്ളത്, അതായത് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ, ഈ പ്രൊജക്ടൈൽ വിത്ത് റെസ്പെക്ട് ടു ബി അതിന് നമുക്കൊരു എക്സ്പ്രഷൻ ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈൻസ് ഒക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് വെലോസിറ്റീസിൻ്റെ റിലേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് ഐൻസ്റ്റീൻ വെലോസിറ്റി അഡീഷൻ റൂൾസ് എന്ന്. നൗ വാട്ട് ആർ ദ ജോമെട്രിക്കൽ കോൺസിക്വൻസസ് ഓഫ് ഐൻസ്റ്റീൻ പോസ്റ്റുലേറ്റ്സ്? ഇങ്ങനെ വെലോസിറ്റി അഡീഷൻ റൂളും അതുപോലെ രണ്ട് പോസ്റ്റുലേറ്റ്സും അത് ഉണ്ടാവുന്ന സമയത്ത് അതിന് ജോമെട്രിക്കലായിട്ട് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അതായത് രണ്ട് ഇവൻ്റ് ഉണ്ടെന്നിരിക്കുക. ഇവൻ്റ് എന്ന് പറയുമ്പം എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പടക്കം പൊട്ടിക്കുന്നതാണ് ഒരു ഇവൻ്റാണ്. ഓക്കെ, അതിനൊരു നടക്കുന്ന ഒരു സ്ഥലമുണ്ടാവും. ആ സ്ഥലം സൂചിപ്പിക്കുന്നതിന് വേണ്ടി 3 കോർഡിനേറ്റ്സ് എഴുതാം, എക്സ് വൈ സെഡ്, അതിൻ്റെ പൊസിഷൻ കാണിക്കുന്ന കോർഡിനേറ്റ്, ഇനി അത് നടക്കുന്ന ടൈം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ഒരു ഇവൻറ്റിനെ നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, ഒരു ഇവൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു കാറ് റോഡിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കാം, ഒരു ബൾബ് കത്തുന്നതായിരിക്കാം, ഒരു പൊസിഷനിൽ ബൾബ് കത്തുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ പ്രോസസ്സിനെ ഇവൻ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവൻറ്റിനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പൊസിഷനും ടൈമും മെൻഷൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി രണ്ട് ഇവൻ്റ് ഉണ്ടെന്ന് ഇരിക്കാം. ഒരു ഇവൻ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് രണ്ടാമത്തെ ഒരു ഇവൻ്റ് നടക്കുന്ന ഡിഫറെൻറ്റ് പൊസിഷനിലാണ്, അറ്റ് ഡിഫറെൻറ്റ് ടൈമാണെന്ന് ഇരിക്കാം. ഓക്കെ, ടി ബാർ. അപ്പം സപ്പോസ് ഈ രണ്ട് ഇവൻ്റ് ഒരു ഫ്രെയിമിൽ, അതായത് എസ് എന്നുള്ള ഫ്രെയിമിൽ രണ്ട് ഇവൻ്റ് നടക്കുന്നുണ്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, ടിയും ടി ബാറും. ഓക്കെ, സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്ന ഇവൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഇവൻ്റ് എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ് വിച്ച് ഒക്കർ സൈമൾട്ടേനിയസ്ലി ഇൻ എസ് ഫ്രെയിമിൽ അത് ഒരേ സമയത്താണ് നടക്കുന്നത് വയ്ക്കുക. പക്ഷേ വേറൊരു ഫ്രെയിമിൽ, വേറൊരു ഇനേഷ്യൽ ഫ്രെയിമിൽ വിച്ച് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം, ഈ ഒരു ഫ്രെയിമിൽ ഈ രണ്ട് ഇവൻറ്റ്സും ഒരേ സമയത്ത് തന്നെ നടന്നുകൊള്ളണം എന്ന് ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത് ടു ഇവൻറ്റ്സ് ദാറ്റ് ആർ സൈമൾട്ടേനിയസ് ഇൻ വൺ ഇനേഷ്യൽ സിസ്റ്റം ആർ നോട്ട് ഇൻ ജനറൽ സൈമൾട്ടേനിയസ് ഇൻ അനദർ. ഓക്കെ, അനദർ ഇനീഷ്യൽ ഫ്രെയിം. അപ്പോൾ ഒരേ സമയത്ത് നടക്കുന്ന ഒരു ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഫ്രെയിമിൽ വ്യത്യസ്ത സമയത്തായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ജോമെട്രിക്കൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡയലേഷനാണ്. ടൈം ഡയലേഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ മൂവിങ് ക്ലോക്ക്സ് റൺ സ്ലോ എന്നാണ്. അതായത് സഞ്ചരിക്കുന്ന ക്ലോക്ക് സ്ലോ ആയിട്ടാണ് റൺ ചെയ്യുന്നത്, സ്ലോ ആയിട്ടാണ് അതിൻ്റെ നീഡിൽസ് ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവെല്ലിൽ കൂടും. ഓക്കെ, അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ലിനൊരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെൽറ്റ ടി ബാർ. ഡെൽറ്റ ടി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് റെസ്റ്റ് ഫ്രെയിമിൽ നിൽക്കുമ്പോഴുള്ള ടൈം ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ക്ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ഐ ആം സിറ്റിംഗ് ഇൻ എ റൂം. ഓക്കെ, ഈ ഒരു റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ,
ആൻഡ് ഐ ഹാവ് എ ക്ലോക്ക് ഹിയർ. ഓക്കെ, ആ ക്ലോക്കിൽ ഞാൻ എന്നിട്ടൊരു ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് സം വെലോസിറ്റി വി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് മൂവിങ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ക്ലോക്ക് ഈസ് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം. ഓക്കെ, ഞാൻ റെസ്റ്റിൽ നിൽക്കുന്ന ഫ്രെയിമാണ് എസ് ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്ലോക്ക് ഉണ്ട്. അതിൽ ഒരു ക്ലോക്ക് റെസ്റ്റിലാണ്, എസ് ഫ്രെയിമിൽ റെസ്റ്റിലാണ്, മറ്റൊരു ക്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി വി. ഈ രണ്ട് ക്ലോക്കിലും ഒരു ഒരു ഇവൻറ്റ് നടക്കുന്നതിൻ്റെ ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്യണം. ഓക്കെ, സപ്പോസ് ഒരു ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഗ്ലോ ചെയ്യുന്നുണ്ട്, അത് പീരിയോഡിക്കലി ഗ്ലോ ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കലി ഇൻ വൺ ഫ്രെയിം. ഓക്കെ, അതായത് എസ് ഫ്രെയിമിൽ ടി ഈക്വൽ ടു 0-ൽ അത് കത്തി. ഇനി കുറേ കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ഗ്ലോ ഉണ്ടായി. ഓക്കെ, 5 സെക്കൻഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ എസ് ഫ്രെയിമിൽ ഞാൻ മെഷർ ചെയ്യുന്ന, അതായത് ഞാനെന്ന് പറയുന്ന സമയത്ത് റെസ്റ്റിൽ നിൽക്കുന്ന ക്ലോക്ക് മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് ആയിരിക്കും. പക്ഷേ ഇതേ ബൾബ് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന്, അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കും എൻ്റെ ക്ലോക്കിൽ അത് മെഷർ ചെയ്യാം, എത്ര ഇൻ്റർവെല്ലിലാണ് ഇത് ഗ്ലോ ചെയ്യുന്നത്. ആദ്യത്തെ ഗ്ലോ ഉണ്ടായത് എപ്പോഴാണ്, രണ്ടാമത്തെ ഗ്ലോ ഉണ്ടായത് എപ്പോഴാണ് മെഷർ ചെയ്യാം. അപ്പോൾ എനിക്കൊരു ടൈം ഇൻ്റർവെൽ കിട്ടും. ഈ ടൈം ഇൻ്റർവെൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ടൈം ഡയലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ ടി ബാർ എന്ന് പറയുന്നത് ഞാൻ ഈ എസ് ഫ്രെയിമിൽ മെഷർ ചെയ്ത ടൈം ഇൻ്റർവെല്ലും, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഉള്ള ക്ലോക്ക് മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവെല്ലാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ ടി ബാർ ഈക്വൽ ടു √1 - v²/c², ഡെൽറ്റ ടി. അപ്പോൾ v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ വേറൊരു ഫ്രെയിമാണ്, എസ് ബാർ ഫ്രെയിം. ഓക്കെ, വിച്ച് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് ഡെൽറ്റ ടി, അതായത് മൂവ് ചെയ്യുന്ന ക്ലോക്കിലുള്ള ടൈം ഇൻ്റർവെൽ ഈക്വൽ ടു ഗാമ ടൈംസ് ഡെൽറ്റ ടി ബാർ എന്ന് എഴുതാം. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറൻസ് ഫാക്ടർ എന്ന് പറയും. അതിനെ 1/√1 - v²/c² എന്ന് എഴുതാം. ഓക്കെ, ഗാമ പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ്. ഗാമയുടെ പ്രോപ്പർട്ടീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗാമ എപ്പോഴും 1-നേക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, കാര്യം സപ്പോസ് v = 0, എക്സ്ട്രീം കേസസ് എടുക്കുകയാണെങ്കിൽ v = 0 എന്നുള്ള കേസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ടേം പോയി ഗാമ = 1 വരും. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ടേം കുറയും. അപ്പോൾ ഡിനോമിനേറ്ററിൽ കുറയും. 1/1-നേക്കാട്ടിലും കുറഞ്ഞൊരു ക്വാണ്ടിറ്റി വരുമ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ അത് കൂടുതലായിരിക്കും, 1-നേക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുക. ഇനി എക്സ്ട്രീം എൻഡ് എടുക്കുകയാണെങ്കിൽ വെൻ v ടെൻസ് ടു c, ഇവിടെ v = c എന്ന് കൊടുക്കുന്നതിന് പകരം v ടെൻസ് ടു c ആണെങ്കിൽ ഗാമ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഇൻഫിനിറ്റ് മാസ് ഉണ്ടാവുന്ന പോസിബിലിറ്റി ഒക്കെ v കൂടുതലാണെങ്കിൽ. ഓക്കെ, now when moving clock runs slower, ടൈം ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യും. ഒബ്വിയസ്ലി നമുക്ക് ടൈം ഇൻ്റർവെൽ മൂവിങ് ക്ലോക്കിൽ കൂടുതലായിരിക്കും കിട്ടുന്നത്. ഇതാണ് ടൈം ഡയലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ്. അടുത്ത ജോമെട്രിക്കലായിട്ടുള്ള ഒരു എഫക്റ്റാണ് ലോറൻസ് കൺട്രാക്ഷൻ അല്ലെങ്കിൽ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സപ്പോസ് നിങ്ങൾക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. അതിന് വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആണ് ഒരു ഫ്രെയിമിൽ. എസ് എന്നുള്ള ഫ്രെയിമിൽ അത് റെസ്റ്റിലാണ്. അപ്പോൾ ഈ റെസ്റ്റ് ഫ്രെയിമിൽ അതിൻ്റെ ലെങ്ത്ത് L0 ആണെന്ന് വിചാരിക്കാം. ഇനി വേറൊരു ഫ്രെയിമുണ്ട്. അപ്പോൾ ഇതൊരു വെഹിക്കിളാണ് വിചാരിക്കുക. ദാറ്റ് വെഹിക്കിൾ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v. അപ്പോൾ ഈ വെഹിക്കിളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഫ്രെയിമാണ് രണ്ടാമത്തെ ഫ്രെയിം. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം ദാറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് എസ് ഫ്രെയിം, ഇത് എസ് ബാർ ഫ്രെയിം. ഓക്കെ, ഇനി ഈ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ബസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ബസ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു
ഇത് വെച്ചിരിക്കുന്നത് L0 ലെങ്ത് ഉള്ള, അതായത് ബസ്സിനകത്ത് നിൽക്കുന്ന ഒരാൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത്, അതായത് ബസ്സിനകത്ത് എന്ന് പറയുമ്പം ഇത് റെസ്റ്റിലാണ് നിൽക്കുന്നത്, അതിനകത്ത് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L0 ആണ്. ഓക്കെ, ഇനി പുറത്ത് ഗ്രൗണ്ടിലൊരു ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എസ് ബാർ ഫ്രെയിം. ഓക്കെ, ആൻഡ് ബസ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് വിത്ത് വെലോസിറ്റി v. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം മൂവ് ചെയ്യാണ്. അപ്പോൾ ആ മൂവിങ് ഫ്രെയിമിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L0/γ ആയിരിക്കും. ഓക്കെ, അതായത് പുറത്ത് നിന്നിട്ട് ഒരാൾ ഇതിന് മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ബസ്സിനകത്തല്ല, പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ ലെങ്ത്ത് മെഷർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് കുറവാണ് കിട്ടുക. ഓക്കെ, L0/γ. ഓക്കെ, കുറവ് ഗാമ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഒറിജിനൽ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും മൂവിങ് ഫ്രെയിമിൽ കിട്ടുന്ന ലെങ്ത്ത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവിങ് ഒബ്ജക്ട്സ് ആർ ഷോർട്ടൻഡ്. അതായത് ഷോർട്ടൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് കുറയുന്നുണ്ട്. പക്ഷേ ഈ ലെങ്ത്ത് കുറയുന്നത് ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിലുള്ള ലെങ്ത്താണ് കുറയുന്നത്. ഓക്കെ, ഡയമെൻഷൻസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ആർ നോട്ട് കോൺട്രാക്റ്റഡ്. അതായത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഡയമെൻഷൻസ് കുറയുന്നില്ല, അത് ഫിക്സഡ് ആണ്. ആ മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനിലുള്ള ലെങ്ത്താണ് കുറയുന്നത്. ഇപ്പോൾ ലെങ്ത് കൺട്രാക്ഷൻ മൂവിങ് ഫ്രെയിമിൽ ഉള്ള അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L0/γ. ഇപ്പോൾ L0/γ ഗാമയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L = L0 × √1 - v²/c² എന്ന് വരും. Now next we discuss the transformation equations. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ് നോക്കാം. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് നോട്ട് കമ്പയറബിൾ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റിനെക്കാട്ടിലും കുറഞ്ഞ കേസസിലൊക്കെ വാലിഡ് ആവുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞു ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞു, ഒരു ഫിസിക്കൽ പ്രോസസ്സ് ഇവൻറ്റ് എന്ന് പറയുക. ആ ഇവൻറ്റിനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ സ്പേസ് കോർഡിനേറ്റ് XYZ, അതുപോലെ തന്നെ ടൈം കോർഡിനേറ്റ് സൂചിപ്പിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുന്ന സ്ഥലം, അത് നടക്കുന്ന ടൈം, ഇത്രയും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻറ്റ് ആയി. ഓക്കെ, ഇൻ ആൻ ഇനീഷ്യൽ ഫ്രെയിം. ഓക്കെ, അതേ ഇവൻറ്റിൻ്റെ വേറൊരു ഫ്രെയിമിൽ നോക്കാം. വേറൊരു ഫ്രെയിം നമുക്ക് രണ്ട് വ്യത്യസ്ത ഫ്രെയിമുകളിൽ നിന്ന് നോക്കാം ഇവൻറ്റ്. ഇപ്പം ഒരു 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 ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഒരു ഫയർ ക്രാക്കർ ഉണ്ട്, ഫയർ ക്രാക്കർ എക്സ്പ്ലോഷൻ, സംതിങ് ഈസ് എക്സ്പ്ലോഡിങ് അറ്റ് ദിസ് പോയിൻറ്റ്. അത് എനിക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതിനെ നോക്കാം. അതുപോലെ തന്നെ ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്നും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൽ ഞാൻ റെസ്റ്റിലാണ്, ഈ ഫ്രെയിമിൽ നോക്കുന്ന ആൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക? ആ ഒരു പാലം ആണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിൻ you have an S frame which is at rest. Okay, and വേറൊരു ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, എസ് ഫ്രെയിം എന്നുള്ളത് പ്ലാറ്റ്ഫോമാണ്, എസ് ബാർ ഫ്രെയിം എന്നുള്ളത് നിങ്ങളുടെ ട്രെയിൻ, മൂവ് ചെയ്യുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ട്രെയിൻ എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്, പ്യുവർലി എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഇൻ ജനറൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഇ എന്നുള്ള പോയിന്റിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഫയർ ക്രാക്കർ എക്സ്പ്ലോഷൻ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ XYZ വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം, നമ്മൾ ഇതിൻ്റെ പൊസിഷൻ എഴുതുമ്പോൾ XYZ T എന്ന് വരും. എസ് ബാർ ഫ്രെയിമിൽ നോക്കുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ X ബാർ Y ബാർ Z ബാർ T ബാർ എന്ന് കിട്ടും. ഓക്കെ, T ബാർ ഇസ് ദ ടൈം which is measured in the S bar frame. Okay, now ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. അറ്റ് ടൈം ഇനീഷ്യൽ ടൈമിൽ ഈ രണ്ട് ഫ്രെയിമും, അതായത് T = 0 എന്നുള്ളത് കേസിൽ ഈ രണ്ട് ഫ്രെയിമും ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം പോകുന്നതിനനുസരിച്ച് ഈ ഫ്രെയിം മൂവ് ചെയ്യുന്നില്ല, ഈ ഫ്രെയിമാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നിശ്ചിത സമയത്ത് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് തന്നെ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ഒ പ്രൈം എന്നുള്ളത് വി ഇൻറ്റു ടി ആണ്. അതുപോലെ ഈവൻറ്റിൽ നടക്കുന്ന എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡ്രോപ്പ് ചെയ്തു, ഇതിനെ ഇങ്ങനെ വരച്ചു. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലുള്ള ദൂരം ഡി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നൗ എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എസ് ഫ്രെയിമിൽ വരയ്ക്കുന്ന ഈ ദൂരം, എസ് ഫ്രെയിമിൽ നിന്നുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ടി പ്ലസ് ഡി ആണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. അതായത് എസ് ബാർ ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ഈ ദൂരമാണ് എക്സ് ബാർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതാം. അതിൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഇനേഷ്യൽ ഫ്രെയിമിലുള്ള കോർഡിനേറ്റ്സും ടൈമും മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബാർ കോർഡിനേറ്റ്സ് ആണ് ഉള്ളതും. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡ് എസ് ബാർ ഫ്രെയിമിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, റൈറ്റ് സൈഡിൽ എസ് ഫ്രെയിമിൻ്റെ കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, കോർഡിനേറ്റ്സ് ആൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്നും ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബാർ ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് എഴുതാം. വൈ ബാറിനും സെഡ് ബാറിനും ചേഞ്ച് ഇല്ല, ടൈമിനും ചേഞ്ച് ഇല്ല. ഓക്കെ, ദിസ് ഈസ് ഓൺലി വെൻ വെലോസിറ്റി ഈസ് വെരി മച്ച് ലെസ് ദാൻ സി. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വെച്ചിട്ട് ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് എസ് ഫ്രെയിമിലുള്ള സ്പേഷ്യൽ കോർഡിനേറ്റും ടൈം കോർഡിനേറ്റും ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി എസ് ബാർ ഫ്രെയിമിലുള്ള സ്പേസ് കോർഡിനേറ്റും ടൈം കോർഡിനേറ്റും ആണ്. അപ്പോൾ ഇതൊരു കണക്ഷൻ ഇക്വേഷൻസ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് ഫ്രം എസ് ഫ്രെയിം ടു എസ് ബാർ ഫ്രെയിം. ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഇത് ഫെയിൽ ആവുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്കെടുത്ത ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് വെരി മച്ച് ലെസ് ദാൻ സി. സപ്പോസ് വെലോസിറ്റി ഈസ് നോട്ട് വെരി മച്ച് ലെസ് ദാൻ സി, വെലോസിറ്റി ഈസ് കമ്പയറബിൾ ടു ദ വെലോസിറ്റി ഓഫ് സി ആകുമ്പോൾ അവിടെ റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് വരും. ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെൻ വെലോസിറ്റി ഈസ് കമ്പയറബിൾ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, പലതരത്തിലുള്ള എഫക്ട്സ് ഉണ്ടാവും, ജോമെട്രിക്കൽ എഫക്ട്സ് ഉണ്ടാവും. അതിൽ ലെങ്ത് കൺട്രാക്ഷൻ ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ലെങ്ത് കൺട്രാക്ഷൻ പറയുന്നത് എന്താ? മൂവ് ചെയ്യുന്ന ഫ്രെയിം, ഇത് ഈ ഫ്രെയിമിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൽ ഉള്ള അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. ഇതിനെ അപേക്ഷിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് ഫ്രെയിമിൽ ഉള്ള മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് പറയുന്നത് എക്സ് ബാർ ഡിവൈഡ് ബൈ ഗാമ ആയിട്ട് മാറും. അപ്പോൾ ഡി എന്നുള്ളത് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ഗാമ. അത് കൺട്രാക്ട് ചെയ്തിട്ട് ഈ ഡി എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു എക്സ് ബാർ ബൈ ഗാമ പ്ലസ് വി ടിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് വിൽ അഗെയിൻ ഗെറ്റ് 4 ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. എക്സ് ബാർ ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി, വൈ ബാർ ഈക്വൽ ടു, വൈക്കും ഇസഡിനും ചേഞ്ച് ഇല്ല, ബിക്കോസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് മൂവ്മെൻറ്റ് എക്സ് ആക്സിസിലാണെന്നാണ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലുള്ള കോർഡിനേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ടി ബാർ എന്നുള്ളതിന് സിമിലർലി നിങ്ങൾക്ക് അതിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം, ഗാമ ഇൻറ്റു ടി മൈനസ് എക്സ് വി ബൈ സി സ്ക്വയർ. ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിനെയാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so in the next class we will discuss about the structure of space time. Okay, thank you.